ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിന്റെ ഇല കൊണ്ടുള്ള തോരനാണ്. നല്ല ടേസ്റ്റിയായ ബീട്രൂട്ട് ഇലത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കെട്ട് ബീട്രൂട്ടിന്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായ ബീട്രൂട്ടിന്റെ ഇലയാണ്. ഞാനിത് പുറത്ത് ഷോപ്പുകളിലൊന്നും ഇലയായിട്ട് കണ്ടിട്ടില്ല. ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയായ തോരനാണ്. ഞാൻ ഇതുപോലെ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിന്റെ തണ്ട് ഉൾപ്പെടെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴറ്റണ്ട, നമുക്ക് ഇതൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയാൽ മതി. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന്റെ ഇല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തണ്ടും ഇലയും ഒരുപോലെ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബീട്രൂട്ടിന്റെ ഇല കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയായ തോരനാണിത്. നമ്മുടെ ചീരയുടെ ഇലയുടെ അതേ ടേസ്റ്റാണ്, ബീട്രൂട്ടിന്റെ ടേസ്റ്റ് ഒന്നും അല്ല ഇതിന്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇല ആയതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇലയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വെള്ളം മതി ഇത് വേകാനായിട്ട്. അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഇതൊന്ന് ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിന്റെ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ടിന്റെ ഇല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ആവി വെള്ളമൊക്കെ ഇതിൽ വീണിട്ടുണ്ട്. അതൊക്കെ ഒന്ന്
ഡ്രൈ ആയി വരാൻ വേണ്ടി നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് തുറന്നു വെച്ച് ഉലർത്തിയെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ബീട്രൂട്ട് ഇലത്തോരൻ റെഡിയായി. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ബീട്രൂട്ടിന്റെ ഇല കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയായ തോരനാണ്. നമ്മുടെ ചീരയുടെ തോരന്റെ അതേ ടേസ്റ്റ് ആണ് ഇതിന്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ തോരനാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.